എനിക്ക് വളരെ പറയാൻ മതി രസകരമായി ഉള്ള കാര്യം പെന്തക്കോസ് സഭകളിലെ ഈ പാട്ട് തീരുമാനമല്ല അന്യഭാഷ പറയും. അതെ അതെ, രണ്ടാമത്തെ പാട്ട് പാടി അതിൻ്റെ അവസാനം അന്യഭാഷ പറഞ്ഞ് തുടങ്ങി മൂർധന്യാവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. പ്രതലങ്കാർ എഴുതിയ പാട്ടുകൾ പാടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്യഭാഷ പറയുന്നത്. അതാണ് ഞാനൊരു രസമെന്ന് പറയുന്നത്. എന്നിട്ട് അവരെ കുറ്റം പറയും. എന്നിട്ട് അവരെ എന്ത് ചെയ്യും. ആത്മീയത എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് താഴോട്ടുള്ളൊരു സംഭവമാണ്. ദൈവം തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയക്കുന്നു. അന്യഭാഷ ഒരു പരിധി വരെ ഇമിറ്റേഷനായിട്ട് മാറുന്നുണ്ട്. മോളെ നീ പ്രാപിച്ചോടി. ഏലിയാമ്മയുടെ കൊച്ചുമോള് കഴിഞ്ഞ ദിവസം പ്രാപിച്ചേ കണ്ടോടി. അപ്പോൾ ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും പ്രാപിക്കണം. സ്വയം നന്നായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ രീതികളിൽ ഉപയോഗിച്ച് മറ്റുള്ളവരെ കൂടെ നന്നാക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതം കൊണ്ട് നന്നാക്കാനായിട്ട് ശ്രമിക്കുക. സാറേ, അതുപോലെ ഈ സ്വർണം ധരിക്കുന്നവരെ നമ്മൾ വിലക്കുകയും സ്നാനപ്പെടുത്താൻ വിമുഖത കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? സ്വർണം എന്ന് പറയുന്നൊരു ലോഹമാണ്. അതെ. ഇതൊരിക്കലും ചൊവ്വാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനമല്ല. ഇത് ഈ ഭൂമിയിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ഭൂതലം അതിലെ നിവാസികൾ യഹോവയ്ക്കാണ്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അറിവ് കൂടാതെ ഒരു സാധനവും ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നില്ല, ഉരുവാകുന്നില്ല, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ ഭൂമിയിൽ സ്വർണം ഉണ്ടെങ്കിൽ ആ സ്വർണം നമുക്ക് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ തന്നെയാണ്. ഈ സ്വർണ്ണവിരോധികൾ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ചില ഭാഗത്തില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാവരും സ്വർണ്ണം ഉപയോഗിക്കുന്നവരാണ്. ഈ സ്വർണം ഉപയോഗിക്കാതിരിക്കുന്നതാണ് വേർപാട് എന്ന ഒരു മൗഢ്യമായ ചിന്ത നമ്മുടെ ഇടയിലുള്ള ആളുകൾക്ക് ഉണ്ട്. പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ രൂഢമൂലമായി തീർന്നതിൻ്റെ കാരണം നമ്മുടെ ഇടയിൽ ഇതൊരു ഉപദേശമായി മാറിയത് കൊണ്ടാണ്. ശരിക്കും ബിബ്ലിക്കൽ ഒരു ഉപദേശമാണോ ഇത്? ബിബ്ലിക്കലി അല്ല. നമ്മളിവിടെ ഒരു കാര്യം അങ്ങ് ചെയ്തു വെച്ച് തുടങ്ങി, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പിന്തുടരുന്നു. അപ്പോൾ ഏതോ ഒരു അപ്പച്ചന്മാർ പിതാക്കന്മാരെന്നല്ലേ നമ്മൾ പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാരെന്നല്ലേ പറയുന്നത്. ആ പിതാക്കന്മാരേതാ? ഈ നമ്മുടെ ബൈബിളിലെ പിതാക്കന്മാരാണോ? അബ്രഹാം, ഇസാക്ക്, യാക്കോബ് അല്ല. ഇത് AD 45 AD 52 ആ പിതാക്കന്മാരുടെ കാര്യമായിരിക്കും പറയുന്നത്. AD 52 ഇവിടെ തോമാസ് ലീഹ വന്നതെന്ന് വിശ്വസിക്കുക. തോമാസ് ലീഹ വന്നതിന് ശേഷം ക്രിസ്തു മാർഗത്തിലേക്ക് വന്ന ആളുകൾ, അത് ഞങ്ങളുടെ പിതാക്കന്മാരാണ്. അപ്പോൾ ആ പിതാക്കന്മാരിൽ കുറേ കഴിഞ്ഞപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് അനുഭവത്തിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ഈ പ്രൊട്ടസ്റ്റൻ്റ് അനുഭവത്തിൽ മർത്തോമ, യാക്കോബ സഭ റോമൻ കാത്തലിക്കിൽ നിന്ന് മറ്റ് നവീകരണ പ്രസ്ഥാനങ്ങളുണ്ടായി. അതുപോലെ തന്നെ യാക്കോബ സഭയുണ്ടായി. പിന്നെ CSI മർത്തോമ പോലെയുള്ള സഭകളുണ്ടായി. അതിനുശേഷം ഈ CSI മർത്തോമ അങ്ങനെയുള്ള സഭകളിൽ നിന്നാണ് ഈ ഒരു വിയോജിത പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. വിയോജിത പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ശരിക്കും ഈ പെന്തക്കോസ്തും വേർപാട് സഭകളും ഒക്കെ എന്ത് ചെയ്യുന്നത് രൂപപ്പെടും. ഈ പെന്തക്കോസുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുക എന്ന അനിവാര്യതയുടെ ഭാഗമായി കേരളത്തിൽ ആദ്യ നാളുകളിൽ സ്വർണം ഉപയോഗിക്കാതെ ഇരുന്നിട്ടുണ്ട്. പിന്നീട് അതൊരു ഉപദേശമായി മാറി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു സംഭവത്തെ സ്ഥാപിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പം ഇവിടുത്തെ എന്താ ഞാൻ പറയാം, ഞാനൊരു ജ്യൂസ് കടയിടുന്നു. ഞാൻ ഒരു പരസ്യം കൊടുക്കുന്നത് എൻ്റെ കുമ്പട്ടിക്ക ജ്യൂസോ എന്തെങ്കിലും ജ്യൂസാവട്ടെ, തണ്ണിമത്തൻ ജ്യൂസോ എന്ത് ജ്യൂസാണെങ്കിലും എൻ്റെ ജ്യൂസിനകത്ത് മറ്റ് കടകളിലൊന്നും ഇല്ലാത്തൊരു സാധനം ഞാൻ ചേർക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽത്തി ആകും എന്ന പരസ്യം ഞാൻ എന്ത് ചെയ്യും, കൊടുക്കും എന്ന് പറയുന്നത് പോലെ ഇത് എന്തോ ദൈവവുമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കാൻ സ്വർണ്ണം ഒരു തടസ്സമാണ് എന്ന് പഠിപ്പിക്കുകയും സ്വന്തം കാര്യത്തിന് വേണ്ടി ആ ഒരു സംഗതി എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുകയും ചെയ്യുന്നു. അല്ല, ഇന്ന് പല പെന്തിക്കോസുകാരികൾ സ്വർണത്തെ എതിർക്കുമ്പോൾ തന്നെ അവരുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട്. അതെ അതെ അതെ.
വീട്ടിൽ സ്വർണ്ണമുണ്ട്, ലോക്കറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം അവർ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ കാതിലും കഴുത്തിലും ഒന്ന് ഇടരുതെന്നേ ഉള്ളൂ. നമുക്ക് വീടുകളിൽ സൂക്ഷിക്കുന്നതിന് പ്രശ്നമില്ല. അത് വൈരുദ്ധ്യമല്ലേ? അത് വൈരുദ്ധ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരാവശ്യം വന്നാൽ ബ്രദറെ എന്ത് ചെയ്യും? ഈ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിലുള്ള ഉപകരണങ്ങൾ, സമാഗമന കൂടാരത്തിൻ്റെ തൂണുകളിൽ എല്ലാം സ്വർണം പൂശണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നു തങ്ക നിർമ്മിതമാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള അത് പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുകയും ഇവിടെ അത് ഉപയോഗിക്കുകയും ചെയ്യരുത്. കോൺട്രാഡിക്ഷനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ സ്വർണം ഉപയോഗിക്കാതിരുന്നാൽ സ്വർണം ഉപയോഗിച്ചാൽ പണി കിട്ടും. ഇവിടെ നമ്മൾ സ്വർണം ഉപയോഗിക്കാതിരുന്നാൽ നമുക്ക് അവിടെ ഒരു വീടുണ്ട്. സ്വർഗത്തിലൊരു വീടുണ്ട്. ഇന്നാളെ ഒരു സഹോദരി പുള്ളിക്കാരത്തിൻ്റെ വീടൊക്കെ സ്വപ്നം കണ്ടിട്ടൊരു 100 പേജിൻ്റെ ഒരു പുസ്തകം എഴുതിയായിരുന്നു. അപ്പം അത് നിറച്ച് സ്വർണ്ണമാണെന്നാണ് പറഞ്ഞത്. മൊത്തം സ്വർണ്ണ കട്ടിൽ, സ്വർണ്ണ കസേര, സ്വർണ്ണ നിറമുള്ള ആപ്പിള്, സ്വർണ്ണ മേശ, ഭിത്തി സ്വർണം, വഴി സ്വർണം, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞത്, ഞാനിവിടെ സ്വർണ്ണമൊക്കെ തിരിച്ചത് കൊണ്ടാണ് എനിക്കവിടെ എന്ത് ചെയ്തത്. അത് വൈരുദ്ധ്യമല്ലേ പറയുന്നത്? വൈരുദ്ധ്യമാണ് പറയുന്നത്. ഇപ്പം ഈ ടാബർനാക്കിൾ അല്ലേ, സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെല്ലാം തന്നെ താമ്രം, വെള്ളി കൊണ്ടൊക്കെ ഉപയോഗിച്ച ഉപകരണങ്ങൾ. ഈ പുതിയ നിയമസഭയുടെ നിഴലാണ് അതെന്ന് പറയാറുണ്ട്. പുതിയ നിയമസഭ പൊരുളാണ്, അത് നിഴലാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ ഈ മുട്ടാത്തർക്കങ്ങൾ പറയുകയാണ്. എന്തുകൊണ്ടാണ് ആളുകൾ സ്വർണം ഉപയോഗിക്കുന്നത് അറിയാം. സ്വർണം ഉപയോഗിക്കുന്നത്, സ്ത്രീകൾ സ്വർണം ഉപയോഗിക്കും. കവചകുണ്ടലത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ കവചകുണ്ടലം പോലെയുള്ള വലിയ വലിയ ഞാത്തുകളും ഒക്കെ ഉണ്ട്, അമ്മൽ, അതല്ല. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. സൗന്ദര്യമൊന്നും ഈ നമ്മുടെ ഈ കാഴ്ചപ്പാടിൽ അവളെ കണ്ട ഒരു സൗന്ദര്യമില്ല എന്ന് പറയാറുണ്ട് ആളുകൾ. നേരിട്ട് പറയത്തില്ലെങ്കിലും പെരയ്ക്കകത്ത് പോയിരുന്നാലും പറയും ഒരു ചേലില്ലെന്ന് പറയും. പക്ഷെ ആ പെൺകുട്ടി ഒരു കുഞ്ഞ് കമ്മലെടുത്തിട്ടാൽ ഷീ ബിക്കംസ് അട്രാക്റ്റീവ്. കുറച്ച് അട്രാക്റ്റീവായിട്ട് ആ പെൺകുട്ടിക്ക് മാറാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ വലിയ വലിയ ബാങ്കുകളിലും വലിയ വലിയ സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ജോലി ചെയ്യുന്ന ധാരാളം സഹോദരിമാരെ എനിക്കറിയാം. അപ്പോൾ അവർ ഈ കമ്മലും മാലയൊക്കെ ഇടാതെ നടക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ള വെളുത്ത നിറമുള്ള ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതെ, വലിയ സൗന്ദര്യമൊന്നും ഇല്ല എന്ന് തോന്നിക്കുന്ന ഒരു ഇരുണ്ട നിറമോ അതിൽ താഴെയോ ഒക്കെ നിറമുള്ള ആളുകളെ സംബന്ധിച്ച് അവരൊരു കമ്മൽ ഇടുന്നത് ഒരിക്കലും ഒരു ഇമ്മോറലായിട്ടുള്ള കാര്യമല്ല. എത്തിക്കലി കറക്റ്റാണ്. പിള്ളേർ ആ കമ്മലിടാത്ത ടീച്ചർ പോകണം, അവിടെ മാലയിടാത്ത ടീച്ചർ പോകണം, ആ ബെന്തക്കോസിലെ ടീച്ചർ പോകണം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് എറണാകുളത്ത് ജോലി ചെയ്തപ്പോൾ അവിടെ ഒത്തിരി പെന്തിക്കോസുകാരെ ഞാൻ പരിചയപ്പെട്ടു. ചെറുപ്പക്കാർ, പിള്ളേർ, പെൺകുട്ടികളെ, അവരെല്ലാം ആഭരണം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി വാക്കുകൾ അവരുടെ നേരെ വരുന്നുണ്ട്, കളിയാക്കലുകൾ, ഈ ആഭരണം ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള. ചിലർ പാസ്റ്റർമാർ മക്കളാണ്. വേർപാടാണെങ്കിൽ ഫുള്ള് വേർപാടായിരിക്കണം. ഓണം ആഘോഷിക്കാൻ പാടില്ല, തിരുവാതിര കളിക്കാൻ പാടില്ല, പിന്നെ ഒപ്പനയ്ക്ക് പോയി നിൽക്കാൻ പാടില്ല, ഒപ്പന വരുമ്പോൾ മാത്രം ഇച്ചിരി കയറ്റിയിട്ട് അതും പാടില്ല, പിന്നെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, ഓണം വിഭവങ്ങൾ കഴിക്കാൻ പാടില്ല, ഒരു കാര്യങ്ങളും ഇടപെടാൻ പാടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മലിടുന്നു മാലയിടുന്നു എന്നൊറ്റ പേരിൽ സഭയിൽ നിന്ന് എന്താ പറയുക പച്ചയ്ക്ക് തള്ളപ്പെടുന്ന ആളുകളുണ്ട്. ഇവർ കമ്മലിട്ടുകൊണ്ട് സഭയിൽ വരുന്നു, സ്നാനപ്പെടുത്തുന്നില്ല. ഒന്നത് സ്നാനപ്പെട്ട മുമ്പെങ്ങോ സ്നാനപ്പെട്ടിട്ട് പിന്നെ കമ്മലിട്ട് വരുന്ന ആളുകളുമുണ്ട്. ഈ 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഉപദേശി കുത്തി പ്രസംഗിക്കാൻ തുടങ്ങും. ഇങ്ങനെ കുത്തുമല്ല, മറിച്ച് ചങ്കത്ത് കുത്തും. ഇവർ ഈ അനുഭവം വിട്ടെന്ത് ചെയ്യും? പോകും. ഇവർക്ക് ബന്ധക്കോസ് ഇഷ്ടമാണ്. ന്യൂജൻ സഭകളിൽ ഇവർക്ക് ഇഷ്ടമല്ല. ന്യൂജൻ സഭകളിൽ പോയിട്ട് മടുത്ത് വീട്ടിയിരിക്കും. ഈ ഒറ്റ കാരണം കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? ഈ ഒറ്റ കാരണം കൊണ്ട് ഇവർ വിശ്വാസത്തിൽ നിന്ന് എന്ത് ചെയ്യുക? പിന്മാറിപ്പോവുക. അപ്പോൾ സ്വർണ്ണം ഇടുക, വസ്ത്രം ഇടുക,
എന്ന് പറയുന്ന ഓരോ ആളുകളുടെയും വ്യക്തിപരമായിട്ടുള്ള ഈ അടുത്തിടയ്ക്ക് വാർത്താ പ്രാധാന്യം നേടിയ ഒരു കാര്യമാണ് ഒരു പാസ്റ്റർ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി സംസാരിക്കുന്നു. അത് പൊതുവേദിയിൽ അടിക്കുകയാണ്. ലെഗിൻസ് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാമോ, ലെഗിൻസ് പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 100 കണക്കിന് വേദികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെന്തക്കോസ്തിന്റെ ഇവിടെ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ലെഗിൻസ് ഇടുന്നത് വിശുദ്ധിയല്ല. ലെഗിൻസ് ഒന്നാമത് ലെഗിൻസിന് നല്ല വസ്ത്രമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോക്കൽ ലെഗിൻസ് കൊണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ലെഗിൻസ് കൊണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ലെഗിൻസിന് നല്ല പൈസയാകും. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു ഇന്നർവിയർ മാത്രമാണ്, ഇവർ പുറത്തിട്ടുകൊണ്ട് നടക്കുന്നൊരു സാധനം അല്ല. പിന്നെ നമ്മൾ ഈ പറയുമ്പോൾ എല്ലാം മര്യാദയുടെ ഭാഷയിൽ പറയുക. ഉപദേശിയാണെങ്കിലും പ്രീസ്റ്റാണെങ്കിലും പുരോഹിതനാണെങ്കിലും പൂജാരിയാണെങ്കിലും മനുഷ്യരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ കളിയാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഇവർക്കില്ല. ഇപ്പം ഈ ഇന്ത്യൻ ഭരണഘടന ഞാൻ എന്ത് ധരിക്കണമെന്നും അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കും. ഞാനിപ്പോൾ ഒരു സ്കൂൾ അധ്യാപകനാണ്. അപ്പം ഞാൻ ജീൻസ് ധരിക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ജീൻസ് ധരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു ശീലം ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് പറ്റില്ല, വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാം. ചില സാഹചര്യങ്ങളിൽ നമ്മളത് ധരിക്കാൻ പാടില്ല. പിന്നെ കേരളത്തിലെ സാരി പോലെയുള്ള വസ്ത്രങ്ങൾ ഒരു വൃത്തികെട്ട വസ്ത്രമായി സാരി എന്ന് പറയുന്നത്. കാരണം അല്ലെ സാരി അതേപോലെ ഉടുക്കണം. ശരീരഭാഗങ്ങളെല്ലാം എന്താ പറയുന്നത് എക്സ്പോസ് ചെയ്യുന്നൊരു വസ്ത്രമാണ് സാരി. അല്ലെ അത്രയും മര്യാദയ്ക്ക് സാരി ഉടുക്കണം. നമ്മൾ ഈ സ്ത്രീകളുടെ വസ്ത്രത്തെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. പിന്നെ പുരുഷന്മാർ ഷർട്ടും പാൻറ്റും മുണ്ടും ഒക്കെ ആയതുകൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നം നമുക്ക് കാണുന്നില്ല. എന്നിരുന്നാലും ചുരിദാർ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് ഞാൻ പറയാറുണ്ട്. ചുരിദാർ ഒരു നല്ല വസ്ത്രമാണ്, കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം. ജീൻസ് ഉപയോഗിക്കാം. ചുരുക്കം പറഞ്ഞാൽ ബന്ധക്കോസിനകത്ത് ബന്ധക്കോസ് അനുഭവവുമായി ബന്ധപ്പെട്ട് സ്വർണം, വസ്ത്രം, ഈ കാര്യങ്ങളൊന്നും ചേർത്ത് വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. വിശുദ്ധിയും വേർപാടും സ്വർണവും ലെഗിൻസും ഒന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് ധരിക്കുന്നവരുടെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. ലെഗിൻസ് ധരിക്കുന്ന ഒരാളെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ആ സ്ത്രീ പറയുക അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഫെമിനിസത്തിൻ്റെ ഒക്കെ ഫെമിനിസത്തിൻ്റെ ഒരു 3 വെയ്വൊക്കെ കഴിഞ്ഞു, 4ാം വെയ്വൊക്കെ ആണെന്ന്. ഇപ്പോൾ ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആശയങ്ങളുടെ ഒരു വലിയ പ്രഭാവം, വലിയൊരു സ്വാധീനം നമ്മുടെ സ്ത്രീകളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾക്ക് തോന്നുന്ന വസ്ത്രം ഞങ്ങൾ ധരിക്കും, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം. ഒരാൾ കംഫർട്ടബിൾ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു.